ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ഗ്ലാസ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്, അതിന് അര ഗ്ലാസ്സാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഉണ്ടാവും. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം തന്നെ കഴുകിയെടുക്കുക. ഇപ്പോൾ ഗോതമ്പ് നുറുക്ക് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് മുങ്ങാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇനി ഇതൊരു 1-2 മണിക്കൂർ മാറ്റി വെക്കുക. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ നല്ലതാണ്. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗോതമ്പ് നുറുക്ക് അരയാൻ പാകത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഗോതമ്പിൻ്റെ പാല് മുഴുവനായിട്ട് പോരുന്ന രീതിയിൽ അരിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പാലൊന്നും പോരാനില്ല, നന്നായിട്ട് തന്നെ പോന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെയുള്ള ചെറിയൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. 1/4 കപ്പാണ് കേട്ടോ ഉള്ളത് ഇത്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 500 മില്ലി പാലെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പാലൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ തണുത്ത പാലിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ ചൂടുള്ള പാലായതുകൊണ്ട് പാൽപ്പൊടിയൊക്കെ ഇതിലങ്ങ് മിക്സ് ആയിക്കോളും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പാൽപ്പൊടിയും ബട്ടറൊക്കെ ഇതിൽ മിക്സായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പാൽപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത്രക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് മുഴുവനായിട്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ഒരുപാട് തിക്കാവണ്ട കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ പൊടികളൊക്കെ ഉണ്ടായത് കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രക്കും തിക്കായാൽ മതി, ഇതിലും കൂടുതലായിട്ട് തിക്കാക്കണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ.
ഇപ്പോൾ ദാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജാർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അടിച്ചെടുത്തപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെച്ചാലും മതി. ഇനി ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഒരു ഓവർനൈറ്റ് എന്തായാലും ഐസ്ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഉച്ച സമയത്താണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റായി വരട്ടെ, അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ മുഴുവനായിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ക്ലീൻ റാപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഇപ്പോൾ ദാ ഞാൻ പിറ്റേ ദിവസം ഉച്ചക്കാണിത് പുറത്തെടുത്തിട്ടുള്ളത് ഫ്രീസറിൽ നിന്ന്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗോതമ്പ് നുറുക്ക് വെച്ച് ചെയ്തതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഐസ്ക്രീം. അപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്